ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഗൾഫിലൊക്കെ പോകുന്നവർക്ക് കൊടുത്തുവിടാൻ പറ്റിയ ഒരു ഡിഷാണ്. നമ്മൾ പോത്തിറച്ചി ഉപയോഗിച്ചിട്ട് ഒരു ഇടിച്ചമ്മന്തിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ 1/2 കിലോ ഇറച്ചിയാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഇതിലെല്ലൊന്നും ഉണ്ടാകാൻ പാടില്ല, കാര്യമാണ് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ എടുത്തു വെച്ച ഇറച്ചി നമ്മൾ വെള്ളമൊക്കെ വാർന്നു പോകാനായിട്ട് കൊട്ടയിലിട്ട് വെച്ചതിന് ശേഷം എടുത്ത് ഞാൻ വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് പൊടികൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, പെരിഞ്ജീരകം പൊടിച്ചത് ഒരല്പം, അത് ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം, 1/4 ടീസ്പൂൺ ചേർത്താലും മതി. പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പ് ആവശ്യത്തിന്, പിന്നെ 1 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമ്മൾ ഇറച്ചിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അടുത്തായിട്ട് ചെയ്യേണ്ടത്. ഇത് നന്നായിട്ട് നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് ശേഷം നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇത് ഞാനിവിടെ കുക്കറിലാണ് ഒന്ന് വേവിച്ചെടുക്കുന്നത്. ഒരു 4-5 വിസിൽ കേൾപ്പിക്കുക. അത് ഓരോരുത്തരുടെയും കുക്കറിൻ്റെ വലിപ്പമൊക്കെ അനുസരിച്ച് വേവിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഇറച്ചി വെന്തിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമുള്ളത് കൂടി ഒന്ന് പറ്റിച്ചെടുക്കാം. നമ്മൾ ഇറച്ചി വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് വയ്ക്കുക. അതിന് ശേഷം ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഞാനൊന്ന് മിക്സിയിൽ അടിച്ചിട്ട് കാണിക്കാം. നമ്മൾ ഇറച്ചി ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് നേരമൊന്നും അടിക്കേണ്ട, ജസ്റ്റ് ഒന്ന് അടിക്കുമ്പോൾ തന്നെ ഇത് നമുക്ക് അത് അലന്ന് കിട്ടും. പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഒരു ചെറിയ കപ്പ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇത് 1 ടേബിൾ സ്പൂൺ. പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ താളിക്കാനായിട്ട് വെളിച്ചെണ്ണ, കടുക്, ഉണക്കമുളക് ചതച്ചത്. അത് എരിവനുസരിച്ച് ചേർക്കണം. മുളകിൻ്റെ കാര്യത്തിൽ നമ്മൾ നേരത്തെ ആഡ് ചെയ്ത മുളക് എരിവ് കൂടുതലുള്ളതാണെങ്കിൽ കുറേശ്ശെ വീതം ആഡ് ചെയ്യണം. ആ കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ചുവട് കെട്ടിയുള്ള ഒരു പാത്രം അടപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. ഇനി നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കൂടുതൽ കടുക് വേണ്ട. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ കടുക് ഇടാതെ ഉണ്ടാക്കുന്നവരുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടം. ഇപ്പോൾ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ഉള്ളി ഇതിലേക്ക് ചേർക്കാം. ഇനി ഒരല്പം ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ഉള്ളിക്കും ഈ വെളുത്തുള്ളിക്കും ഇതിനുള്ള ഒരു ഉപ്പാണ് നമ്മൾ ചേർത്തത്. ഇറച്ചി ഓൾറെഡി നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് വഴന്നു വരണം നന്നായിട്ട്. നമുക്ക് 1 ടീസ്പൂൺ ചതച്ച മുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇറച്ചി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി അതിലുള്ള ജലാംശമെല്ലാം നന്നായിട്ട് പോകാത്ത വിധത്തിൽ വഴറ്റി കൊടുക്കുകയാണ് വേണ്ടത്.
നമ്മുടെ കാരണവന്മാരൊക്കെ പണ്ട് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി അപ്പോൾ ഒന്നില്ലെങ്കിൽ നറുനെയ്യിലൊക്കെ താളിച്ച് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചയൊക്കെ വെച്ചിട്ട് ഈ പെണ്ണുങ്ങളൊക്കെ പ്രസവിച്ച് കിടക്കുമ്പോഴൊക്കെ അവർക്കൊക്കെ ഇതുപോലെ ശരിയാക്കി വെച്ച് ഭക്ഷണത്തിൻ്റെ കൂടെ കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ വീട്ടിലൊക്കെ ചേച്ചിമാർക്കൊക്കെ ഇങ്ങനെയൊക്കെ അമ്മ ചെയ്യണത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നറുനെയ്യിൽ കൂടുതൽ വെള്ളുള്ളിയും മറ്റേ ഉള്ളിയും കൂടിയൊക്കെ ഇട്ട് മൂപ്പിച്ച് ശരിക്കും ഇതുപോലെ നറുനെയ്യിൽ താളിച്ച് ഓക്കെ ആക്കി വെച്ചാൽ ഒരാഴ്ചയൊക്കെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ചേച്ചിമാർക്കൊക്കെ ഇങ്ങനെ കൊടുക്കണമുണ്ട്. അപ്പോൾ ഈ കാലത്തും ഇതുപോലെ പ്രസവിച്ച് കിടക്കുന്ന പെണ്ണുങ്ങൾക്കൊക്കെ ഇതുപോലെ ഇതല്ലെങ്കിൽ പോത്തിറച്ചി അല്ലെങ്കിൽ ആട്ടിറച്ചി മേടിച്ച് ശരിയാക്കി വെച്ചാൽ ആട്ടിറച്ചിക്ക് ഗുണം കൂടും അല്ലേ? ആട്ടിറച്ചിക്ക് ഇത് നല്ല ഗുണമുള്ള സാധനമല്ലേ. അപ്പോൾ അതുപോലെ ഇപ്പോഴത്തെ ആടുകളൊക്കെ കൈത്തീറ്റ കൊടുക്കണതല്ലേ. ശരിക്കും പണ്ടത്തെ ആടുകളെന്ന് പറഞ്ഞാൽ മലയിൽ പോയി തിന്നു വന്നതാണ്. അപ്പോൾ ആട് കടിക്കാത്ത സാധനമില്ല എന്ന് പറയണേ. കാഞ്ഞലം പോലും ഒരു കടി കടിക്കും. അപ്പോൾ സസ്യങ്ങളൊക്കെ കഴിച്ച് നല്ല ഗുണമുള്ള അല്ലേ. അപ്പോൾ അതിൻ്റെ ഇറച്ചിക്കൊക്കെ പ്രത്യേക ഗുണമാണ്. ഇന്നത്തെ ആടുകളെ കൈത്തീറ്റ കൊടുത്ത് വളർക്കുന്ന ആടുകളൊക്കെയാണ് അത്രയും ഗുണമില്ല. എന്നാലും ആട് എല്ലാ ഇലകളും കടിക്കും അല്ലേ? ആട് എല്ലാം കടിക്കും, കാഞ്ഞലം വരെ കടിക്കും. ഒരു കടി കടിച്ചിട്ട് ബാക്കി മൃഗങ്ങളൊന്നും അങ്ങനെ കഴിക്കില്ല. അപ്പോൾ ആടിൻ്റെ ഇറച്ചിക്ക് മലയിലൊക്കെ തിന്നണമെങ്കിൽ എല്ലാ ഇതും കഴിച്ച കാരണം അതിൻ്റെ ഇറച്ചിക്കൊക്കെ ഭയങ്കര ഗുണമുണ്ട്. അതിൻ്റെ ഓരോ അവയവങ്ങളും നമ്മളുടെ അവയവങ്ങൾക്ക് അത്ര ഗുണമാണ്. അതാണ് ആട്ടിറച്ചിയുടെ ഒരു വ്യത്യാസം. കാര്യം റേറ്റിൽ കൂടുതലാണ്. 650 രൂപ 600 രൂപ റേറ്റ് ഉണ്ട്. ഇതിന് 340 രൂപ. ഇത് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്നാൽ നമ്മുടെ വീട്ടിലുള്ള പ്രായമുള്ളവർക്ക് വളരെ ഇഷ്ടമായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഇതാണ്. അപ്പോൾ അവർക്ക് നമ്മുടെ വീട്ടിൽ ഡെയിലി ഉണ്ടാക്കുന്ന കറികളൊന്നും പിടിക്കുന്നില്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി വെച്ചിരുന്നാൽ ഒരല്പം വീതം കൊടുത്തു കഴിഞ്ഞാൽ അവർ ഭക്ഷണം കഴിക്കാനൊന്നും മടിയൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെയാണ് മക്കൾക്കും ഉണ്ടാക്കി കൊടുക്കാനായിട്ട് റെഡിയാക്കി വെച്ചിരുന്നാൽ അവർക്ക് കൊടുക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. അവർ ഇഷ്ടത്തോടെ ചോറൊക്കെ കഴിക്കും. ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും അവർക്ക് ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ എരിവ് കുറച്ച് വേണം കേട്ടോ കുട്ടികൾക്കൊക്കെ ചെയ്യാനായിട്ട്. ആ കാര്യം ശ്രദ്ധിക്കുക. അപ്പം വളരെ ഈസി ആയിട്ട് നമുക്ക് ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴോ ഒക്കെ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പമായിട്ട് വീട്ടു ജോലിയും കഴിയും. രാവിലെ ജോലിക്കൊക്കെ പോണവർക്കാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ തീ ഓഫ് ചെയ്യാം. ആദ്യമൊക്കെ നമുക്ക് വേണ്ട ഉണക്കിറച്ചിയും കാര്യങ്ങളും കിട്ടും. പണ്ടൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത് കാട്ടിറച്ചിയാണ്. ഇപ്പോൾ കാട്ടിറച്ചിയൊന്നും പറ്റാത്തൊരു സമയമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ ഉണക്കിറച്ചിയും കാര്യങ്ങളും മേടിച്ചിട്ട് നമ്മൾ ചതച്ച് ഇതുപോലെ ശരിയാക്കി എടുക്കാറുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെ ഇറച്ചി മേടിച്ചിട്ട് നെയ്യൊന്നും ഇല്ലാത്ത ഇറച്ചി എടുത്ത് കുക്കറിൽ വേവിച്ച് ഇതുപോലെ മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ ഇതുപോലെ ചെയ്ത ഉണക്കിറച്ചിയുടെ അതേ കണ്ടീഷനായി കിട്ടും. അപ്പോൾ വളരെ ടേസ്റ്റിയാണിത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി കഴിച്ചു നോക്ക്. എന്നിട്ട് അഭിപ്രായം പറയാനായിട്ട് മറക്കരുത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒരുപക്ഷെ ഇത് ഉപകാരപ്രദമായിരിക്കും. അതുകൊണ്ട് അവർക്ക് കൂടി ഇതൊന്ന് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഇപ്പോൾ തന്നെ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസ് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.